ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ലഞ്ച് ബോക്സ് റെസിപ്പീസ് ആയിട്ടാണ്. ഷിനുവിനും അച്ചുവിനൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊന്നും സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോകാറില്ല കേട്ടോ. ഫിദു കോളേജിൽ നിന്ന് കഴിക്കും, അതുപോലെ തന്നെ നിതു സ്കൂളിൽ നിന്നും. പിന്നെ അതും ചോറൊന്നും കഴിക്കാറില്ല, എന്തെങ്കിലും സ്നാക്സോ ജ്യൂസൊക്കെയാണ് കഴിക്കുക. വൈകിട്ട് വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ രണ്ടാളും ഭക്ഷണം കഴിക്കൽ, ചോറ് കഴിക്കൽ. അപ്പോൾ അവർ രണ്ടാളും രാവിലെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവും. അപ്പോൾ ഞാനിന്ന് അവർക്ക് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചില കറികളൊക്കെ അച്ചുവിനും ഷിനുവിനും ഇഷ്ടമാണ്, പക്ഷേ ചിലതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് കറി ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ലഞ്ച് ഐറ്റംസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനിതിലേക്ക് അവർക്ക് രണ്ടാക്കും ചട്നി കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ കൂടെ ചട്നി കൂടി കൂട്ടി കഴിക്കാൻ ഒന്നും കൂടെ ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിലൊരു മസാല ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറി വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ അത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടൊരു ഇഡ്ഡലിയാണ്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് റവയിലേക്ക് ഞാൻ 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അവർക്ക് രണ്ടാക്കും ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇതൊക്കെ രാവിലെ ദോശയും സാമ്പാറൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ പിന്നെ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒന്നും കൂടെ നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കടുകിട്ടതിലും പകുതി നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ആയതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ കുറച്ച് എരിവ് മതി രണ്ടാൾക്കും, അതുകൊണ്ട് ഒരു പകുതി പച്ചമുളകേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ റവ 1 കപ്പ് ആക്കിയാൽ അതിലേക്ക് 1/2 കപ്പ് തൈര്, അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റണ്ടേ, ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. അതിനുശേഷം ഞാൻ അത് ഈ റവയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ചൂടോടെ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ആ വെജിറ്റബിൾസ് ഇട്ടതും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചതൊന്നും എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. ഞാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുത്തത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം 20 മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ടുണ്ടായിട്ടോ, റവ ഒക്കെ കുതിർന്നിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം, ഒരുപാട് ലൂസാക്കണ്ട. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഞാൻ ചുട്ടെടുക്കാനായിട്ട് ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണേ. ഏകദേശം ഒരു 10-15 മിനിറ്റ് അത്ര മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇത് ഇഡ്ഡലി തട്ടൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൾഭാഗം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മസാല ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ അച്ചുവിനും ഷിനുവിനും ഇതിൻ്റെ കൂടെ ചട്നിയും കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തേങ്ങ വെച്ചിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഷിനു സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടോ, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അച്ചു പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവളുടെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസം അച്ചുവിനും ഷിനുവിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ 2 സവാളയാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാള ആണെങ്കിൽ ഒന്നിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു പകുതി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കൾ ലഞ്ച് ബോക്സിൽ നിന്നൊക്കെ കഴിച്ചോളൂ കേട്ടോ. മറ്റേത് നമ്മൾ ദോശ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയാലും മക്കൾക്ക് പൊതുവേ കഴിക്കാൻ മടിയാണ്. ഇവിടെയൊക്കെ അങ്ങനെയാണ്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആക്കിയുമ്പോൾ അച്ചുവിനും ഷിനുവിനൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം 1/4 ടീസ്പൂണിന് താഴെയായിട്ട് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം, അതുവരെ വഴറ്റി കൊടുക്കുക. ചിക്കൻ മസാല നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി അതിന് ശേഷം ഞാൻ ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോവും. ഇനി ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ. ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പിച്ചിയതാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി, ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട. ഈ സമയം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ഇട്ടാൽ മതിയേ, കാരണം ചിക്കൻ വേവിക്കുമ്പോഴും അതുപോലെ തന്നെ മസാല വേവിക്കുമ്പോഴൊക്കെ ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നും അരിയും കൂടി അരച്ചിട്ടുള്ള ദോശമാവാണ്. ഞാനിത് ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അതിന് ശേഷം മാവ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. മാവ് ഒരു പകുതി ഒഴിച്ചാൽ മതി കേട്ടോ, നിറയെ ഒഴിച്ച് കൊടുക്കരുത്, മസാല കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. മസാല ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കനും കൂടി മസാലയിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക കേട്ടോ, അപ്പോഴാണ് മക്കൾക്ക് കഴിക്കാൻ ഒന്നും കൂടെ ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ ഞാൻ എല്ലാത്തിലും ചിക്കൻ്റെ പീസും കൂടെ ഇടുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് മാവും കൂടെ ഒഴിച്ച് കൊടുക്കണേ. മസാല എല്ലാത്തിലും വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേ ഈ ചിക്കൻ്റെ ഫില്ലിങ്സൊക്കെ പുറത്ത് വരാതിരിക്കുക. അങ്ങനെ വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, എന്നാലേ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലൊരു ബ്രൗൺ നിറമായി വരുമ്പോൾ പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ആദ്യം ഷിനുവാണ് പോവുക. അപ്പം നമുക്ക് ആദ്യം അവളുടെ ലഞ്ച് ബോക്സ് വെച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ, മക്കളൊക്കെ കഴിച്ചോളൂ ലഞ്ച് ബോക്സിലൊക്കെ വെച്ചെടുത്താൽ. പിന്നെ ഇതിലേക്ക് ഞാൻ കറിയൊന്നും ഉണ്ടാക്കാറില്ല. കണ്ടോ, ഞാൻ ഷിനുവിൻ്റെ ലഞ്ച് ബോക്സ് വെച്ചെടുക്കുകയാണ്. സ്നാക്സിൻ്റെ പാത്രം വേറെയാണ് കേട്ടോ, ഞാനത് വേറെയാണ് വെച്ചെടുക്കുക. അങ്ങനെ ഷിനുവിൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ട് അവളെ വിട്ടു. അതിന് ശേഷമാണ് കേട്ടോ അച്ചുവിൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുന്നത്. കാരണം ഷിനുവിൻ്റെ വണ്ടിയാണ് ആദ്യം വരിക, അതിന് ശേഷമാണ് അച്ചുവിൻ്റെ വണ്ടി വരിക. അപ്പോൾ ഇത്രയൊക്കെ ഇന്ന് എൻ്റെ വീഡിയോ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.